അബോധാവസ്ഥയിലായ കുഞ്ഞിന് CPR നൽകി രക്ഷപ്പെടുത്തി പിതാവ്. കോഴിക്കോട് വടകര മണിയൂരിലാണ് ഈ സംഭവം. ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗമായ ലിഖിത്താണ് 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിച്ചത്. വൈകിട്ട് 7:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കുഞ്ഞും അതുപോലെ വേറെയും കുട്ടികളുണ്ട്. അവർ കളിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കൈ, ഈ 3 മാസം പ്രായമുള്ള ആൺകുട്ടിയാണ്, ദേഹത്ത് ശക്തിയായി തട്ടിപ്പോവുകയാണ്. അത്യാവശ്യം പിന്നെ കുട്ടി കരഞ്ഞു തുടങ്ങുകയാണ്. ഏകദേശം 15 മിനിറ്റോളം സമയം നിർത്താതെ കരഞ്ഞു. അതിനുശേഷമാണ് പെട്ടെന്ന് സ്റ്റക്കായത്. അതായത് ശ്വാസം എടുക്കാത്ത രീതിയിൽ സ്റ്റക്കായി പോയി എന്നതാണ് വലിയ ആശങ്ക. ഒപ്പം ഉണ്ടായിരുന്ന അമ്മയുടെ മറ്റു ബന്ധുക്കളൊക്കെ കരഞ്ഞു തുടങ്ങുകയാണ്. ആ സമയത്താണ് സിവിൽ ഡിഫൻസ് അംഗം, വടകര ഫയർഫോഴ്സ് സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് അംഗം കൂടിയായ പിതാവ് ലിഖിത്ത് കൃത്യമായി ഇടപെടുകയും CPR നൽകുകയും അത് കൃത്രിമ ശ്വാസം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷം നേരെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യമേ പയ്യോളിയിലെ ആശുപത്രിയിലേക്കാണ്. അവിടെ നിന്ന് ഡോക്ടർമാർ പരിശോധിച്ച് പിന്നീട് വടകരയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ ഏതായാലും ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എയ്ഡ് നൽകുക, പ്രഥമ ശുശ്രൂഷ നൽകുക എന്നതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഒരു ഉദാഹരണം കൂടി തന്നെയാണ്. ഏതായാലും കുഞ്ഞിനെ സംബന്ധിച്ചുള്ള അവബോധം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അക്കാര്യത്തിൽ വലിയൊരു ഉദാഹരണമായി മാറുന്ന ദൃശ്യങ്ങളാണ് ഇത്.